ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ ഫ്ലാഷ് ഫ്ലിക്സ്. ഇന്ന് ഞാൻ കാണാൻ പോയ പടം ചത്താപ്പച്ച, റിംഗ് ഓഫ് റൗഡീസ്. മലയാളം മൂവിയാണ് ഗൈസ്. റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ അദ്വൈത് നായർ. പുള്ളി കൊള്ളാം, നൈസ്, വെരി യൂത്ത്ഫുൾ ആയിട്ടുള്ള ഒരു മേക്കിംഗ് ആൻഡ് എന്താ പറയുക, നല്ല നല്ല നൈസായിട്ട് ഇത് എടുത്തിട്ടുണ്ട്. ആൻഡ് എസ്പെഷ്യലി ഒരു റെസ്ലിംഗ് ഫാൻ എന്നുള്ള നിലയ്ക്ക്, ലൈക്ക് സിൻസ് WWE ഈ ഒരു ട്രാൻസിഷനൊക്കെ കണ്ടു വളർന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ദിസ് വാസ് തറലി എൻജോയബിൾ. കട്ട ഒരു ട്രിബ്യൂട്ടാണ് റെസ്ലിങ്ങിനും നമ്മുടെ മലയാളിയൊക്കെയുള്ള റെസ്ലിങ്ങിനോടുള്ള ലവും എല്ലാം. സ്കൂൾ ടൈം മുതലേ ഒരുവിധം മറ്റേ ട്രംപ് കാർഡും സാധനങ്ങളും വെച്ച് കളിക്കുന്ന സമയം മുതലേ നമ്മൾ ഭയങ്കരമായിട്ട് ഭ്രാന്തമായിട്ടുള്ള ആരാധനയുണ്ട് ഈ റെസ്ലിംഗ് ക്യാരക്ടേഴ്സും. അണ്ടർടേക്കർ മുതലേ എല്ലാവരും, ഹൾക്ക് ഹോഗനായാലും എല്ലാവർക്കും ഉള്ള ആ ഒരു മാനറസും ഒക്കെ കോപ്പി അടിച്ച് നടന്നവരാണ് നമ്മളെല്ലാം ആ സമയത്ത്. ഈവൻ ചോക്ക് സ്ലാമും സംഭവങ്ങളും എല്ലാം കറക്റ്റ് അതേ രീതിയിൽ അവർ ഈ മൂവിയിൽ കാണിച്ചിട്ടുണ്ട്. ആ ഒരു നമ്മുടെയൊക്കെ ആ ഒരു ഇഷ്ടമുണ്ടല്ലോ WWE ആയിട്ടും WWFിൻ്റെ ആ ഒരു പഴയ കാലത്തിൻ്റെതായാലും. സോ ദേ ഹാവ് ഇൻകോർപ്പറേറ്റഡ് ഓൾ ദ എലമെൻറ്റ്സ്, മനസ്സിലായില്ലേ, റെസ്ലിങ്ങിൻ്റെ. സോ ദ തിങ് ഈസ്, പടം എന്താ പറയുക, സ്റ്റോറി ഒന്നും നമ്മളങ്ങനെ ഭയങ്കരമായിട്ട് എന്താ പറയുക ട്വിസ്റ്റും ടേണും അങ്ങനെയൊന്നുമില്ല. ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് എ വെരി സിമ്പിൾ സ്റ്റോറി. പക്ഷേ ദിസ് റൺസ് ഓൺ ആക്ഷൻ. നല്ല രീതിയിൽ ആക്ഷൻ കോറിയോഗ്രാഫി പൊളിച്ചിട്ടുണ്ട്. ആൻഡ് ദ ആക്ടേഴ്സ്, എസ്പെഷ്യലി അർജുൻ അശോകൻ, റോഷൻ, എല്ലാവരും നല്ല ഭയങ്കരമായിട്ട് എഫേർട്ട് എടുത്തിട്ട് ഇത് ചെയ്തിട്ടുണ്ട്. ഒരു പെൺകുട്ടിയുണ്ട്, പുള്ളിക്കാരുടെ പേരെനിക്കറിയണം, പക്ഷേ അതിൻ്റെ പേര് നൈട്രോ കിളിയോ അങ്ങനെ എന്തോ ആയിട്ട് ഒരു രക്ഷയല്ല കേട്ടോ. നൈസായിട്ട് ആ ഒരു സുപ്ലെക്സ് ആൻഡ് ഓൾ ദോസ് മൂവ്സ്, ആ ഒരു റെസ്ലിങ്ങിൻ്റെ മൂവ്സ് എല്ലാം അതിൻ്റെ മാക്സിമം പരമാവധി ആക്യുറസിയിലും പരിപാടിയിലും ഇത് ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ് ഷോസ് ദെയർ എഫേർട്ട് ആൻഡ് കമ്മിറ്റ്മെൻറ്റ്. നല്ല രീതിയിൽ ബോഡി സെറ്റ് ആക്കിയിട്ടുണ്ട്. ബിക്കോസ് റെസ്ലിംഗ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു അത്ലറ്റിക് ആയിട്ട്, ലൈക്ക് അത്ലറ്റിസിസം ഡിമാൻഡ് ചെയ്യുന്ന ഒരു സ്പോർട്ടാണ്. ലൈക്ക് ഈവൻ ദോ റിയൽ റെസ്ലിങ്ങിലായാലും നമുക്കത് അറിയാം, ഇവരെന്തെല്ലാം വേദനയും ഒടിവും ചതവും ഒക്കെ വരും ഈ ഒരു ഇത്. ഈവൻ ദോ ദർ ഈസ് സോ മച്ച് ഓഫ് സ്ക്രിപ്റ്റിംഗ് ആൻഡ് ആക്ടിങ് ഗോയിങ് ഓൺ, പക്ഷേ ഇതിൻ്റെ ടൈമിങ്ങും ആ ഒരു ബോഡിക്ക് ഉണ്ടാകുന്ന ആ ഒരു ഒത്തിരി സ്ട്രെയിൻ ഉണ്ടാകുന്ന ഒരു സ്പോട്ടാണ്. അപ്പോൾ അത് ഈ ഒരു സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ലൈക്ക് ദേ ഹാവ് ഡൺ ദെയർ ലെവൽ ബെസ്റ്റ് ഇൻ റിപ്ലിക്കേറ്റിംഗ് ദിസ് ഹോൾ തിങ്. ലൈക്ക് മലയാളം മൂവീസിൽ എടുത്ത ഒരു റെസ്ലിംഗ് ബേസ്ഡ് പടങ്ങളിൽ വെച്ച് ദിസ് ഈസ് വെരി എൻ്റർടൈനിങ്. ഗോദ വാസ് ഗുഡ്. ഗോദ വെച്ച് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് റെസ്ലിംഗ്, കാട്ടാ ഗുസ്തി അങ്ങനത്തെ ഒരു സംഭവമാണ്. ഇതെന്ന് പറയുന്നത് കോസ്റ്റ്യൂം ബേസ്ഡ് റെസ്ലിംഗ്, എക്സാക്ട്ലി ആ ഒരു ഫൺ രീതിയിൽ ചെയ്യുന്ന ഒരു സാധനമാണ്. പിന്നെ ഇത് മൂവിയുടെ എൻഡിലോട്ട് ഇത് സീരിയസ് ആവും, പക്ഷേ നൈസാണ് കേസ്. ഇതിൽ ആസ് കാസ്റ്റ് ആൻഡ് ക്രൂവിലുള്ള പോലെ ക്യാമിയോ ഉണ്ട്, നമ്മുടെ ബിഗ്ഗം അഭിനയിക്കുന്നുണ്ട്, മമ്മൂക്ക ഉണ്ട് ഇതിൽ. സോ അതിലൊരു സർപ്രൈസ് എലമെൻ്റ് ഒന്നുമില്ല, എല്ലായിടത്തും ഓൾമോസ്റ്റ് അതെല്ലായിടത്തും ഫ്ലാഷ് ആയിട്ടുണ്ട്. ഈവൻ IMDbയിലും എല്ലാം കാസ്റ്റിൻ്റെ ഇതിൽ മമ്മൂക്കാരെ പേരുണ്ട്. ഞാൻ ഇപ്പോൾ ഇതിപ്പോൾ നോക്കിയപ്പോഴാണ് കണ്ടത്, കാസ്റ്റിൽ പുള്ളിയുടെ പേരുണ്ട്. ആൻഡ് ഹാറ്റ്സ് ഓഫ് ടു അർജുൻ അശോകൻ ആൻഡ് റോഷൻ. അവരുടെ അതിലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇമോഷണൽ, ഒരു എന്താ പറയുക, ഒരു കണക്റ്റ് വരുന്ന രണ്ട് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ഇതാണ്. പക്ഷേ ബാക്കിയുള്ളവരൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് എന്താ പറയുക, നമുക്കൊരു ക്യാരക്ടേഴ്സായിട്ടൊരു ബോണ്ട് അങ്ങനെ ഫീൽ ചെയ്യൂല, മനസ്സിലായില്ലേ. ഇവരും ഒരു കുട്ടിയായിട്ടുള്ള ഒരു സംഭവം ഉണ്ട്, അത് നൈസായിട്ട് ഡയറക്ടർ നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇവൻ ആ കൊച്ചുകുട്ടി നല്ലപോലെ പെർഫോം ചെയ്തിട്ടുണ്ട്. ആൻഡ് മ്യൂസിക് ശങ്കർ എഹ്സാൻ ലോയും മുജീബ് മജീദും രണ്ടുപേരും ആണെന്ന് തോന്നുന്നു ഒറിജിനൽ സ്കോർ എന്ന് കൺഫേം ചെയ്തിട്ടെ. യെസ്, മുജീബ് മജീദും ശങ്കർ എഹ്സാൻ ലോയും നൈസായിട്ട് മ്യൂസിക് നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ. പിന്നെ സിനിമാറ്റോഗ്രാഫർ ആനന്ദ് സി ചന്ദ്രൻ പൊളിച്ചിട്ടുണ്ട് ഗൈസ്. ലൈറ്റിങ്ങും സെറ്റ് സംഭവങ്ങളും എല്ലാം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ആ റിങ്ങിൻ്റെയും റെസ്ലിംഗ് റിങ്ങിൻ്റെയൊക്കെ സെറ്റപ്പും സാധനങ്ങളും ഒക്കെ നൈസായിട്ട് ഒരു ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റും ചെയ്തിട്ടുണ്ട്. ആൻഡ് ആക്ഷൻ കലൈ കിങ്സ്റ്റണും ശ്രാവൺ സത്യം പൊളി. ഈവൻ റെപ്ലിക്കേറ്റ് ഇറ്റ്സ് എ ബിറ്റ് ടാസ്ക് ആണ്. അത് നല്ല പോലെ ഈ ആക്ടേഴ്സും സ്റ്റണ്ട് കോറിയോഗ്രാഫേഴ്സും എല്ലാം നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. സോ ഓൾ ഇൻ ഓൾ ദിസ് ഡിമാൻഡ്സ് ഒരു തിയേറ്റർ വാച്ചാണ് ഗൈസ്. തിയേറ്ററിൽ പോയി കാണേണ്ടതാണ്. പിന്നെ വിശാഖ് നായർ കൊള്ളാം കേട്ടോ, നല്ല വില്ലൻ. ഒത്തിരി ഒരു എന്താ പറയല്ലേ, ഇടയ്ക്ക് ഒരു ഇത്തിരി ഹ്യൂമർ ടൈപ്പായിട്ട് നമുക്ക് തോന്നുമെങ്കിലും പിന്നെ ലാസ്റ്റിലോട്ട് പുള്ളി എല്ലാം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓൾ ദി ന്യൂബി ആർട്ടിസ്റ്റുകൾ കുറേ പേരുണ്ട്, അവരെല്ലാവരും നല്ലപോലെ ചെയ്തിട്ടുണ്ട്. സം ഫൺ എലമെൻറ്റ്സ് ആർ ദെയർ. വൺ ടൈം വാച്ച് ഇൻ തിയേറ്റേഴ്സ്. ഐ thoroughly enjoyed it ഗൈസ്. വിചാരിച്ച ഒരു എക്സ്പെക്ടേഷൻ എന്തായാലും മീറ്റ് ചെയ്ത്. സോ ഗോ ആൻഡ് വാച്ച് ഇൻ തിയേറ്റേഴ്സ് ഗൈസ്. അപ്പോൾ എന്തുകൊണ്ട് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു മൂവി എക്സ്പീരിയൻസ് ആണ് ഗൈസ്. സോ നിങ്ങളിത് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക, ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നുള്ളത്. ഐ വാസ് ഹാപ്പി ഗൈസ്. ലാസ്റ്റ് കുറച്ച് സീനിൽ മമ്മൂക്ക ഉണ്ട്, ദാറ്റ് ഈസ് മോർ ദാൻ ഇനഫ് ടു വാച്ച് ദിസ് മൂവി. നല്ല ഒരു ഡിഫറെൻറ്റ് ടേക്കാണ് പുള്ളിക്കാരൻ്റെ സംഭവം. വാൾട്ടറിൻ്റെ പിള്ളേർ എന്ന് പറഞ്ഞ സാധനം കണ്ടു നോക്കുക ഗൈസ്. ലെറ്റ് മീ നോ യുവർ കമൻറ്റ്സ്. ടേക്ക് കെയർ, ബൈ.